2024 തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി.ജെ.പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിക്ഷേപമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. 2014 മുതൽ 2024 വരെ അധികാരത്തിലിരുന്ന 10 വർഷത്തിൽ ബി.ജെ.പി ഏറ്റവും ആസൂത്രിതമായി നടപ്പിലാക്കിയ മെഗാ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ്. യു.പി. എന്ന സംസ്ഥാനത്ത് മാത്രമല്ല, വിശ്വാസത്തെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ച് രാജ്യമാസകലം നേട്ടം കൊയ്യുക എന്ന ലക്ഷ്യമായിരുന്നു അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കാണുന്നത് അയോധ്യ അടക്കമുള്ള ബി.ജെ.പിയുടെ ഇലക്ഷൻ പ്ലാനുകളെല്ലാം തകർന്നു വീഴുന്ന കാഴ്ചയാണ്. യു.പിയിൽ പകുതിയിൽ താഴെ സീറ്റുകളിലേക്ക് എൻ.ഡി.എ നിലം പതിച്ചു എന്ന് മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ ഫൈസാബാദിൽ പരാജയപ്പെടുത്തിയത്. ബി.ജെ.പിയുടെ പ്രചാരണ തന്ത്രങ്ങളുടെ മൂലകേന്ദ്രമായിരുന്ന അയോധ്യയിൽ തന്നെ പാർട്ടിക്ക് അടിതെറ്റിയത് വലിയ ഒരു സൂചനയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. മൂന്നാം ഊഴം ലക്ഷ്യമിട്ടിറങ്ങിയ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിരുന്നു അയോധ്യ രാമക്ഷേത്രം. തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ശേഷിക്കെ നടന്ന ഉദ്ഘാടനമടക്കം രാമക്ഷേത്രത്തെ പ്രചാരണ ആയുധമാക്കി ബി.ജെ.പി എല്ലാ വിധേനയും മുന്നേറുകയായിരുന്നു. മോദി അടക്കമുള്ള പല ബി.ജെ.പി നേതാക്കളും പ്രചാരണ വേദികളിൽ അയോധ്യ മുഖ്യ വിഷയമാക്കിയിരുന്നു. കോൺഗ്രസ് വന്നാൽ വീണ്ടും രാമക്ഷേത്രത്തിന് പൂട്ടിടുമെന്നും ക്ഷേത്രത്തെ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കുമെന്നതടക്കമുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങളും ബി.ജെ.പി ഏറ്റുപിടിച്ചിരുന്നു. ബുൾഡോസർ എവിടെ ഉപയോഗിക്കണമെന്ന് യോഗിയെ കണ്ടു പഠിക്കണമെന്ന വർഗീയ പരാമർശവും മോദി നടത്തിയത് അയോധ്യ രാമക്ഷേത്രത്തെ പരാമർശിച്ചപ്പോഴായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാംലല്ല വീണ്ടും പഴയ പോലെ ടെൻറ്റിലേക്ക് പോകുമെന്നതടക്കം എല്ലാ സൂത്രങ്ങളും ബി.ജെ.പി പ്രചാരണത്തിൽ പയറ്റിയിരുന്നു. ഇത്തരത്തിൽ രാമക്ഷേത്രത്തെ മുൻനിർത്തിയുണ്ടായ അതിവൈകാരികതയെയും ഹിന്ദു ഏകീകരണത്തെയും മുതലെടുക്കാൻ ബി.ജെ.പി 18 അടവും പയറ്റിയിരുന്നു. ഇതിനെല്ലാം അപ്പുറം ഒരു സെക്യുലർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പ്രധാന പുരോഹിതനായി മാറുന്ന കാഴ്ചയും നമ്മൾ അയോധ്യയിൽ കണ്ടു. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ നോക്കുകുത്തിയാക്കി ഒരു മതഭരണകൂടത്തിൻ്റെ മാതൃകയിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു മോദിയുടെ ആ അയോധ്യ ചാപ്റ്റർ. എന്നാൽ അതെല്ലാം ഇന്ന് അയോധ്യയിലെ ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞുവെന്നാണ് ഫൈസാബാദിലെ ഫലം സൂചിപ്പിക്കുന്നത്. ഫൈസാബാദിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അഖിലേഷ് യാദവിനും കൂടിയുള്ളതാണ്. ജനറൽ സീറ്റായ ഫൈസാബാദിൽ ദളിത് സ്ഥാനാർത്ഥിയെ നിർത്തിയ അഖിലേഷിൻ്റെ കോൺഫിഡൻസ് കളം മാറ്റിപ്പിടിച്ച തങ്ങളുടെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പ്രതിഫലനം കൂടിയായിരുന്നു. മുസ്ലിം യാദവ് കോമ്പിനേഷൻ മാറ്റിപ്പിടിച്ച് പിച്ച്ദേ ദളിത് അല്പസംഖ്യക് സമവാക്യത്തിലൂടെ യാദവേതര പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക് അധിക പ്രാതിനിധ്യം കൊടുത്തത് യു.പി രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രതിഫലിച്ചത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഫൈസാബാദിലെ ദളിതനായ സ്ഥാനാർത്ഥിയുടെ വിജയം ബി.ജെ.പിയുടെ ഹിന്ദുത്വയ്ക്ക് മേലുള്ള കനത്ത പ്രഹരം കൂടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇവയ്ക്കെല്ലാം പുറമെ നഗരവികസനത്തിനായി പാവങ്ങളെ കുടിയൊഴിപ്പിച്ചതും കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയതും മറ്റുമടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തി ഫൈസാബാദിൽ പ്രതിപക്ഷം പ്രചാരണം കടുപ്പിച്ചിരുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമെല്ലാം പ്രതിപക്ഷം പ്രധാന ആയുധങ്ങളാക്കി. അസാമാന്യമായ ഐക്യമാണ് പ്രചാരണ കാലയളവിലെല്ലാം ഇന്ത്യ സഖ്യം ഇവിടെ പ്രകടിപ്പിച്ചത്. അങ്ങനെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായതോടെ ബി.ജെ.പിയുടെ ഹിന്ദുത്വ പരീക്ഷണശാലയായ അയോധ്യയിൽ തന്നെ പാർട്ടിക്ക് കനത്ത തോൽവി നേരിടേണ്ടി വന്നു. അയോധ്യയിലെ ഈ തോൽവി ബി.ജെ.പിക്ക് ഒരു വലിയ പാഠമാണ് നൽകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങളെ ബി.ജെ.പി പാടേ മറന്നുകളഞ്ഞു. അവിടം ക്ഷേത്രവും ഭക്തിയും കുത്തിക്കയറ്റി. തങ്ങൾക്ക് ജാതിയും മതവുമല്ല വിഷയമെന്നും വിഭജനം ഇവിടെ ഏൽക്കില്ലെന്നും ജനങ്ങൾ ബി.ജെ.പിയുടെ മുഖത്തു നോക്കി തന്നെ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇപ്രാവശ്യത്തേത്.